ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇപ്പോൾ ഗൈസ്, നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കണ പോലെയല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, എന്നാലും നിങ്ങൾ കലയിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ 2 ബ്രെഡ് വേണം. അതിന് ശേഷം നമുക്ക് മുട്ട. അതിനുശേഷം നമുക്ക് അതിലേക്ക് തക്കാളി, ഉള്ളി, അത് സാധനങ്ങളൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി, ഉള്ളി ഒക്കെ ഇടാണ്. അതിനാണ് നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ആ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയാത്തവരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിന് ശേഷം ഉള്ളി, തക്കാളി അതൊക്കെ ഇടണം. അതിന് ശേഷം നമ്മൾ നന്നായി അരക്കാം. എന്നിട്ട് നമുക്ക് ഇടാം. നമ്മളിടുന്ന ഉള്ളിയാണ്, ഉള്ളി നമുക്കിടാം. നമ്മൾ ഉള്ളിയാണ് ഇടുന്നത്, സവാള. എന്നിട്ട് സവാള ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കലക്കിയതിൽ നമുക്ക് ഇട്ട് വറക്കാം. നമുക്ക് കുറച്ച് വെറൈറ്റി സംഭവങ്ങളോടും ഇതിലേക്ക് ആഡ് ചെയ്യാം. രസമ്പൽ, തക്കാളി അങ്ങനത്തെയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യാം തക്കാളി. പിന്നെ നമ്മൾ ഇടുന്നത് പിന്നെ മുളക് പൊടി അങ്ങനത്തെയൊക്കെ ഇടണം കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നല്ല മിക്സായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾക്ക് തക്കാളിയാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ തക്കാളിയാണ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തക്കാളി, മല്ലിയില ഇതൊക്കെ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ടൊരു കൺസിസ്റ്റൻസിയിൽ ആയിട്ട് വേണം നമുക്ക് പാനിലേക്ക് ഇത് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ആ തക്കാളി, മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതാ ഇട്ടിട്ടുണ്ട്, ഭംഗിക്ക് വേണ്ടിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ തക്കാളി നല്ല കുഞ്ഞു പീസാക്കിയതിന് ശേഷം നമുക്കിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് പാൻ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് നമുക്ക് തക്കാളി അതിനൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. 10 മിനിറ്റിന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. 5 മിനിറ്റ് വരെ മതിയിട്ട്, കാരണം ഈ ഉള്ളി ഇതൊക്കെ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും മിക്സ് ചെയ്യുക. എന്നാലും നമ്മൾ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് പാനാണ്. നമുക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതായത് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? മുളക് പൊടിയാണ്. മുളക് പൊടി ആവശ്യത്തിന് നമുക്ക് ഇട്ട് വെക്കാം. നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ബ്രെഡ് ടോസ്റ്റും ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ എന്താണ്
ഈ ബ്രെഡ് നമുക്കിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് പാനിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മതിയാവും. എന്നിട്ട് നമുക്കിതിങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളെന്താ നന്നായി ഇങ്ങനെ ഇതാക്കുക. എന്നിട്ട് കുറച്ച് നേരം നമുക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ബ്രെഡ് അതിൻ്റെ മുകളിൽ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അത് ബ്രെഡ് വയ്ക്കണം. അതിന് ഇത് വേണം. ഇത് ഇതായതിന് ശേഷം നമുക്ക് വേണം ബ്രെഡ് ഇങ്ങനെ വയ്ക്കുന്നത് കാണിച്ചു തരാം. എന്നിട്ട് മറിച്ചിടണം. ഇനി നമുക്ക് ബ്രെഡ് ഇടാം കേട്ടോ. നമ്മൾ ബ്രെഡ് ഇങ്ങനെ മറിച്ച് വയ്ക്കാം. പിന്നെ എന്താ തിരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ നോക്കാം. പിന്നെ ഇത് കഴിഞ്ഞ് തക്കാളി ഇട്ടാലും മതി. ഇതാ നമ്മളുടെ ബ്രെഡ് ടോസ്റ്റ് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതായി നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിലാണ്. ഇത് ബ്രെഡിന് പുറത്താണ് മുട്ട. അങ്ങനെയാണ് ഇത് പറ്റിയത്. ഇതായിരുന്നു നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഓംലേറ്റ്. ഇതായിരുന്നു നമ്മുടെ കേട്ടോ. എനിക്ക് ബ്രെഡ് ടോസ്റ്റ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഓംലേറ്റ്. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇനി അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതൊക്കെ ബൈ.